ഈ വീടിന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഈ പഴയ തനിമയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഈ പഴയ തനിമ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇവരുടെ നിലത്ത് വിരിച്ചേക്കുന്ന ഫ്ലോറിംഗ് ടൈലാണ്. അത് നിറ്റ്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കോട്ട ടെറാക്കോട്ട എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഷോറൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നില്ല, പക്ഷെ ഇത് വിരിച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പഴയ ഒരു തനിമ കറക്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ഈ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോൾ ഇതിനൊരു പഴയ തനിമ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിനൊരു കംപ്ലീഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ വാളും കൂടെ അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഡിസൈനും ആവണം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ പഴയ തറവാടുകളാണെങ്കിലും ഒക്കെ ഉള്ളത് വെട്ടുകല്ലാണ് അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു, അതിൻ്റെ വാളിലൊക്കെ വെട്ടുകല്ലാണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ സെയിം ആ വെട്ടുകല്ലിൻ്റെ എക്സാക്ട്ലി സെയിം ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. അതും ഈ ടോട്ടൽ അവരുടെ ഈ ഒരു ആംബിയൻസിനെ ശരിക്കും കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ടൈൽസിൻ്റെ പേര് കെരാസ്റ്റോൺ റെഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഇത് 2x1 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ ഞങ്ങൾ ജാളിയൊക്കെ വെച്ച് ക്ലോസ് ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഹൗസ് വാമിംഗ് ഒക്കെ പെട്ടെന്ന് നടത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്കിവിടെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ ഇങ്ങനെ വെച്ചപ്പോൾ ഇതാണ് ഇതിന്റെ ഭംഗിന്ന് അനൂപേട്ടനും പറഞ്ഞു, ഞങ്ങൾക്കും അത് തന്നെയാണ് നല്ലതാണെന്ന് തോന്നി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അഡ്വേഴ്സിറ്റി ഇൻടു ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സമയത്തിന്റെ കോൺസ്ട്രെയിന്റ് ആണ് ഉണ്ടായിരുന്നത്. അത് ഇങ്ങനെ കുറവ് കൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായി. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ശരിക്കും ഈ ടൈലുണ്ടല്ലോ, ഈ ടൈല് നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഈ ലൈറ്റിന്റെ സ്ട്രിപ്സ് ഒക്കെ വെച്ചപ്പം ശരിക്കും ഇതിന്റെ ആംബിയൻസ് അങ്ങോട്ട് മാറിപ്പോയി. ശരിക്കും ഇന്റീരിയർ ഡിസൈനിങ്ങിന് ഒരുപാട് പൈസ ചെലവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ശരിക്കും നല്ലോണം അടിപൊളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചെലവാക്കിയ പോലെ തന്നെ അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ അനൂപേട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പുള്ളി ഡിസൈനിങ്ങിലൊക്കെ ഭയങ്കര ബെസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾ പറയുന്നു ഇന്റീരിയറിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് എന്തായാലും ഞങ്ങൾക്ക് മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ചെയ്തു. പക്ഷെ അതെല്ലാം സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടേ ഉള്ളൂ. വെറും ടൈല് ഒട്ടിച്ചതാണ്. ശരിക്കും ഇത് ഗ്രാനൈറ്റ് ഗ്രാസിന്റെ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഇവിടെ ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് ക്ലോസ് ചെയ്തില്ല. ഈ കോർട്ട്യാർഡ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആയ പോലെ ഫീൽ ചെയ്യുമായിരുന്നു. ഇതിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാത്തോണ്ടായിരിക്കും തോന്നി. ഇത് നമ്മൾ കയറി വന്നപ്പോ തന്നെ ശരിക്കും നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഫീൽ ചെയ്തു. നമ്മൾ വാളിൽ ചെയ്തിരിക്കുന്ന ടെക്സ്ചർ. ടൈൽസ് നമ്മുടെ കജാരിയുടെ ക്രീമാമർഫിൽ എന്ന പ്രൊഡക്റ്റ് ആണ്. ഒരു ഇറ്റാലിയൻ ലുക്ക്. അതെന്താ വെച്ചാൽ അനുവേട്ടൻ ചെയ്ത കുറെ സൈറ്റുകളിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതില് ഓവറായിട്ട് നമുക്ക് തിങ്ക് ചെയ്യേണ്ടി വന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും.